₹1,00,00,000 പാരിതോഷികമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് തരുന്ന സ്കീം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ അറിവിലുള്ള വിവരം വെച്ച് ഒരു പക്ഷേ കോടീശ്വരനാവാൻ നിങ്ങൾക്ക് പറ്റിയേക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം, എന്നാലേ കാര്യം കൃത്യമായി മനസ്സിലാവുള്ളൂ. ആരെങ്കിലും സ്വന്തം കാശ് മുടക്കി സ്വന്തം പേരിൽ സ്ഥലമോ സ്വത്തുക്കളോ വാങ്ങുന്നതിന് പകരം മറ്റുള്ളവരുടെ പേരിൽ ഇതെല്ലാം വാങ്ങുന്നതിനെ ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയും. ഉദാഹരണം, എ എന്ന് പറയുന്ന ഒരു വ്യക്തി 25 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഒരു സ്ഥലം അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഇത് അയാളുടെ ഡ്രൈവറുടെയോ റിലേറ്റീവിന്റെയോ മറ്റാരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്താൽ ഇതിനെയാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ബ്ലാക്ക് മണി ഒളിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കൈക്കൂലി കുഴൽപ്പണം പോലെ കിട്ടിയ എമൗണ്ടുകൾ സ്ഥലമായി മാറ്റി വെക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ബ്ലാക്ക് മണി കൊണ്ട് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വാങ്ങിയാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നാലെ കൂടും എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ കടം വാങ്ങി തിരിച്ചു കൊടുക്കാനുള്ള വ്യക്തികൾക്ക് ഈ വിവരങ്ങളൊന്നും അറിയാതെ മാറ്റി വെക്കുന്നതിനോ ഒളിപ്പിച്ച് വെക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടാവാം. ഇങ്ങനെയുള്ള ബിനാമി ട്രാൻസാക്ഷൻ വിവരങ്ങൾ നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്താലാണ് നിങ്ങൾ ഈ പറഞ്ഞ ₹1,00,00,000 വരെയുള്ള പ്രൈസ് മണിക്ക് അർഹനാവുന്നത്. അതും നിങ്ങളാണ് ഈ വിവരങ്ങൾ കൊടുത്തത് എന്ന് പോലും ആരും അറിയാതെ. പക്ഷേ പലർക്കും അറിയാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇൻകം ടാക്സ് ഇൻഫോർമെന്റ് റിവാർഡ് സ്കീം 2018 എന്നുള്ള പദ്ധതിയിലൂടെയാണ് ഈ പ്രൈസ് മണി കൊടുക്കുന്നത്. ബിനാമി ട്രാൻസാക്ഷൻസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യാനും ഈ ട്രാൻസാക്ഷൻസിന്റെ വ്യാപ്തി കുറയ്ക്കാനുമാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ വെറുതെ ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ, അതിനുള്ള തെളിവ് കൂടെ കൊടുക്കണം. അതായത് എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, ആരാണ് ആക്ച്വലി സ്ഥലം മുടക്കിയത് വാങ്ങിയത് എന്നുള്ള ബയ്യറുടെ ഡീറ്റെയിൽ, ആരാണ് ബിനാമി ആയിട്ടുള്ള വ്യക്തി എന്നുള്ള ഡീറ്റെയിൽ, ഏകദേശ വില, കൂടാതെ ഇത് തെളിയിക്കുന്ന ഡോക്യുമെന്ററി പ്രൂഫും ഇതിന്റെ കൂടെ നിങ്ങൾ കൊടുക്കണം. ഇത് നിങ്ങൾ നേരിട്ട് ബിനാമി പ്രൊഹിബിഷൻ യൂണിറ്റിലോ അല്ലെങ്കിൽ ഓൺലൈനായോ സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ഈ വിവരം കൊടുത്താൽ നിങ്ങൾക്കൊരു നമ്പർ അലോട്ട് ചെയ്യപ്പെടും. അതിനുശേഷം ആ നമ്പറിൽ മാത്രമേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നിങ്ങളെ അറിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഇൻഫർമേഷൻ പൂർണ്ണമായും സേഫ് ആയിരിക്കും എന്നുള്ളതാണ് ഈ സ്കീം അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. വിവരങ്ങൾ കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് എമൗണ്ട് കിട്ടില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ വെച്ച് പരിശോധിച്ച് ആക്ച്വൽ ബയ്യറുടെ അടുത്ത് നിന്നും ഇൻട്രസ്റ്റും ടാക്സും പെനാൽറ്റിയും ഒക്കെ വാങ്ങിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രൈസ് തരുള്ളൂ. ഇതിന് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ആയി എന്ന് വരാം. നിങ്ങൾ ഈ വിവരങ്ങൾ കൈമാറിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഞാനോ ഇൻകം ടാക്സിന്റെ സ്കീമോ ബാധ്യസ്ഥനാവില്ല എന്ന് കൂടെ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.